ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഏറ്റവും വിലമതിക്കുന്ന ഒരു മുതലാണ് പരിശുദ്ധമായ ഖുർആൻ എന്നുള്ളത്. ഖുർആൻ എല്ലാ അർത്ഥത്തിലും അവനെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഖുർആനിൽ നിന്ന് ഒരു ലഫ്ള് പോലും ഹൃദയത്തിൽ സൂക്ഷ്മതയില്ലാത്തവൻ വീട് പണി തീരാത്തവനെ പോലെയാണ്, ശൂന്യമാണ്. എന്തു ചെയ്താലും ഒരു നിഗത്തമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ഈമാൻ പൂർത്തീകരിക്കുന്നില്ല എന്ന അർത്ഥത്തിലാണ് ഖുർആനിന്റെ ഒരു ലഫ്ള് പോലും ഹൃദയത്തിൽ ഇല്ലാത്തവൻ എപ്പോഴും ഓട്ടപ്പെട്ടവനെ പോലെയാണ്. ഈ അർത്ഥത്തിൽ ചെറുപ്രായങ്ങളിൽ തന്നെ ഖുർആൻ ഗ്രഹിച്ചെടുക്കാനും ആ ഖുർആനിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കാനും അതുവഴി സൃഷ്ടികളിലൂടെ ഇടപെടയുമ്പോൾ വളരെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ അനുവർത്തിക്കാൻ കഴിയുന്ന ഒരു നല്ല സംവിധാനമാണ് അൽബിർ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ മക്കൾ ഏതൊരു കാര്യത്തെയും ഇന്ന് നേരത്തെ കാണുന്ന മക്കളാണ്. പ്രത്യേകിച്ച് ബീറ്റ് യുഗം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ദേഷ്യം കൂടുതലാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഗ്രഹിക്കപ്പെടാൻ കഴിയും. എന്നാൽ ആദരവായ റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു കുട്ടി യഥാർത്ഥത്തിൽ കുട്ടിയാകുന്നത് അവനെ പഠിപ്പിക്കാനും പരിതോഷിക്കപ്പെടാനും ചെയ്യാൻ തുടങ്ങേണ്ടത്, കൽപ്പനാർജിതമായൊരു പ്രവർത്തനം ആരംഭിക്കേണ്ടത് 7 വയസ്സ് മുതൽക്കാണ്. എന്നാൽ ചെറുപ്രായത്തിൽ അവൻ കണ്ടു വളരണമെന്നാണ്. നമ്മളൊരു സൈക്കോളജിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇമാമിന്റെ, നമ്മുടെ പ്രത്യശാസ്ത്രത്തിന്റെ ആത്മീയ മേഖലകളിൽ മുസ്ലിമീങ്ങൾ പിൻപറ്റുന്ന 4 മദ്ഹബിലെ നമ്മുടെ പ്രധാനപ്പെട്ട ഇമാമാണ് ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം തൊട്ടിൽ പ്രായത്തിൽ തന്നെ, തൊട്ടിൽ പ്രായം എന്ന് പറഞ്ഞാൽ തന്റെ 5-ാം വയസ്സാകുന്നതിന്റെ മുമ്പ് തന്നെ മഹാനവറുകൾ ഖുർആൻ ഹിഫ്ളാക്കിയെന്ന്. മഹാനവറുകൾ ഖുർആൻ ഹിഫ്ളാക്കാനുള്ള കാരണമുണ്ടായത് എന്തേ? നമ്മളിപ്പോഴാണല്ലോ കുട്ടികളുടെ ബുദ്ധിയുടെ വികസനത്തെക്കുറിച്ചും കുട്ടികളെല്ലാം ഗ്രഹിക്കപ്പെടുന്നവരാണെന്നൊക്കെ ഒന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കണം, അന്ന് ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. തൊട്ടിലിൽ നിന്നിട്ട് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉമ്മ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാണ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തൊട്ടിലിൽ കിടക്കുന്ന ഈ കുഞ്ഞ് കേൾക്കുകയാണ്. കേട്ട് കേട്ട് ഈ ഉമ്മ ഓതുന്ന ഓരോ ആയത്തുകളും ഗ്രഹിച്ചെടുത്തിട്ട് മഹാനായ ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ബുലു ആകുന്നതിന്റെ മുമ്പ്, തമ്മീസ് ആകുന്നതിന്റെ മുമ്പ്, 5 വയസ്സാകുന്നതിന്റെ മുമ്പ് ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധമായ ഖുർആൻ പൂർണ്ണാർത്ഥത്തിൽ ഹിഫ്ള് ചെയ്തു, മനപ്പാഠമാക്കി. അതുകൊണ്ടാണ് 7 വയസ്സായ ഇമാമുന ഷാഫിഈ തങ്ങൾ അന്ന് ക്ലാസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന തന്റെ ഉസ്താദ്, തന്റെ അധ്യാപകൻ ഒരായത്തോതിയപ്പോൾ വെറും 7 വയസ്സുള്ള കുഞ്ഞ് ആ ആയത്ത് തിരുത്തി കൊടുക്കുകയാണ്. അപ്പോ ഉടനെ തന്നെ ഇമാം മാലിക് തങ്ങൾ ചോദിച്ചു, അൻത ഹഫളൽ ഖുർആൻ, അല്ല മോനെ, നിനക്ക് എങ്ങനെ അത് ഗ്രഹിക്കാൻ കഴിഞ്ഞ്? നീ എങ്ങനെ അത് പഠിച്ച്? നിനക്ക് എങ്ങനെ അത് അറിഞ്ഞ്? ആ സമയത്ത് ഹഫളതുഹു കുല്ലുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ മുഴുവനും ഞാൻ ഹിഫ്ളാക്കിയിട്ടുണ്ടെന്ന് സയ്യിദുനാ ഇമാമുനാ ഷാഫിഈ റഹ്മത്തുള്ളാഹി. ഷാഫിഈ തങ്ങൾ പറയാ, ഞാൻ മുഴുവനും അത് മനപ്പാടാക്കിയിട്ടുണ്ട്. 7 വയസ്സ് പ്രായത്തിലാ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഗ്രഹിച്ചെടുക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇമാമുനാ ഷാഫിഈ തങ്ങൾക്ക് പ്രതിപാദിക്കാനുണ്ടാകുന്ന ആ മനഃശാസ്ത്രമാണ് നമ്മുടെ മക്കൾക്കൊക്കെ ലഭിക്കുകയുണ്ട്, നമ്മുടെ മക്കൾക്കൊക്കെയുണ്ട്. പക്ഷെ അത് ഗ്രഹിച്ചെടുക്കാനുള്ള മാർഗരേഖകളിലൂടെയാണ് നമ്മുടെ മക്കളെ സഞ്ചരിപ്പിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കപ്പെടുന്നതും ലോകത്തെ ഏറ്റവും കൂടുതൽ പരിവർത്തനം ചെയ്യപ്പെടുന്നതും ലോകത്തെ ഏറ്റവും കൂടുതൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കണ്ടെത്താൻ മനുഷ്യർ ഉപയോഗിക്കുന്നതും പരിശുദ്ധമായ ഖുർആനാണ്. ഖുർആനിന്റെ സംവിധാനങ്ങൾ കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചതാണെങ്കിലും
ഓരോ കാലക്കാർക്കും സമുദായക്കാർക്കും ഏതൊരു വിഷയത്തെത്താണെങ്കിലും ആ ഖുർആൻ പണ്ടേ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എല്ലാ അർത്ഥത്തിലും ആ സംവിധാനങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇന്ന് വരെ ഒരു അറഫ് പോലും അതിൽ നിന്ന് മാറ്റം തിരുത്തിയിട്ടില്ല. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത്, മറ്റുള്ള ഗ്രന്ഥങ്ങൾ, പല ഗ്രന്ഥങ്ങളും ഞാൻ വായിക്കപ്പെട്ടവരാണ്. ഞാൻ വായിച്ചതിന്റെ 10 വർഷം മുമ്പ് വായിച്ചതല്ല ഇപ്പൊ വായിക്കാൻ കഴിയുന്നത്. മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓരോ സംവിധാനങ്ങളും അതിനെ മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. എന്നാൽ ആർക്കും തന്നെ മാറ്റപ്പെടുത്താനോ പുതിയതൊന്ന് കൊണ്ടെന്നാൽ അത് കള്ളത്തരമാണെന്ന് പിടിക്കപ്പെടാൻ കഴിയുന്ന അങ്ങനെ ശാസ്ത്ര സാങ്കേതിക വിദ്യയോടുകൂടെ പ്രതിപാദിക്ക നിൽക്കപ്പെടുന്ന ഒന്നാണ് പരിശുദ്ധമായ ഖുർആൻ. അത് ഗദ്യമാണോ എന്ന് ചോദിച്ചാൽ അത് ഗദ്യമല്ല. പദ്യമാണോ എന്ന് ചോദിച്ചാൽ പദ്യമല്ല. ഈ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും അതിനെ വായിക്കപ്പെടുകയും അതിനെ ഓതപ്പെടുകയും അതിന് അർത്ഥം വെക്കപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ് പരിശുദ്ധമായ ഖുർആൻ. എന്നാൽ ഇന്നതാണ് ഒരു പദ്യമാണോ? ഒരിക്കലും അങ്ങനെ പറയാൻ സാധ്യമല്ല. ഗദ്യമാണോ? പറയാൻ പാടില്ല. എന്നാൽ ഗദ്യരൂപത്തിൽ അതിനെ വായിക്കപ്പെട്ടവരുണ്ട്, പദ്യരൂപത്തിൽ അതിനെ വായിക്കപ്പെട്ടവരുണ്ട്. പക്ഷെ അതാണ് എന്ന ഐഡന്റിറ്റിയിലൂടെ പരിശുദ്ധമായ ഖുർആനിനെ പ്രതിപാദിക്കാൻ കഴിയില്ല. അതിൽ പറയുന്ന ഓരോ ആയത്തുകളും ഓരോന്നും കാലത്തിനോട് സംവദിക്കുകയാണ്. എത്ര മനുഷ്യർ മാറിയാറും ഇങ്ങനൊരു വാക്കുണ്ട്, നിങ്ങൾ തടിയാലും സ്വത്താലും എല്ലാ അർത്ഥത്തിലും നിങ്ങൾ മാറിയാലും നിങ്ങളെ റബ്ബ് നിങ്ങളെ കുറിച്ച് പറഞ്ഞൊരു കാര്യത്തെ മാറ്റപ്പെടുത്തുകയില്ല എന്ന് ഖുർആൻ പറയുന്നു. നിങ്ങൾ എങ്ങനെ മാറിയാലും, നിങ്ങൾ എങ്ങനെ സംവദിക്കാൻ കഴിഞ്ഞാലും, നിങ്ങൾക്ക് അവതരിക്കപ്പെട്ട ഖുർആൻ, നിങ്ങൾക്ക് അവതരിക്കപ്പെട്ട വേദം അതൊരിക്കലും മാറ്റപ്പെടുത്താൻ കഴിയില്ല. എന്തേ കാരണം? അത് മാറ്റത്തിരുത്തലിന് വേണ്ടി വിധേയമാക്കപ്പെട്ടപ്പോൾ പോലും അത് സാധ്യമാകാതെയായി പോയി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ഇറക്കപ്പെട്ട ഖുർആൻ ഒരു ബുദ്ധിയില്ലാത്ത, ആരും തിരിയാത്ത ഒരു മനുഷ്യരുടെ കൂട്ടത്തിലേക്കാണ് ഈ ഖുർആനിനെ ഞാൻ പ്രതിപാദിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എന്നാൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരന്മാർ, ഒരു പെണ്ണൊരു വഴിയിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ആ പെണ്ണിനെ കുറിച്ച് ഇന്നെഴുതുന്നതിനേക്കാൾ ഡബിൾ ഇരട്ടി ആ പെണ്ണിന്റെ വർണ്ണനത്തെക്കുറിച്ച് എഴുതാൻ സാഹിത്യപരമായി വിജ്ഞാനമുള്ള വലിയ സാഹിത്യകാരന്മാര് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ്, സാഹിത്യത്തിന്റെ അങ്ങേയറ്റത്തിന്റെ കുലപതികൾ ഉണ്ടായിരുന്ന. അതുകൊണ്ടാണല്ലോ സുഹൈൽ ഇബ്നു അംർ പറഞ്ഞത്, മാ അറാ ലിൽ ആയതിഹാ വമാ മിൻ ഖൽഖിഹാ, ഇതൊരു സൃഷ്ടാവല്ലാതെ ഒരു സൃഷ്ടി ഉണ്ടാക്കിയതാണെന്ന് ഞങ്ങൾക്കൊരിക്കലും അഭിപ്രായമില്ല. കാരണം അങ്ങനെ ഒരു സൃഷ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ആ സൃഷ്ടി ഉണ്ടാക്കുന്നതിനേക്കാൾ എഴുത്തും വായനയും അറിയാതെ ആ മനുഷ്യരുണ്ടാക്കുന്നതിനേക്കാൾ ഡബിൾ ഇരട്ടി എഴുതാൻ കഴിയുന്നവരാ ഞങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും എഴുതാൻ കഴിഞ്ഞില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലി. ഒരു ചോദ്യമാണ്. ഇതുപോലെ അർത്ഥത്തിലും ഇതുപോലെ ഗദ്യത്തിലും എല്ലാ അർത്ഥത്തിലും പ്രതിപാദിക്കപ്പെടുന്ന വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമക്ക് അറക്കപ്പെട്ടു കൊടുത്തതിൽ നിന്ന് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ ഫഅതൂ, നിങ്ങൾ കൊണ്ടുവരിക ബിമിസ്ലിഹി, ഇതുപോലത്തെ ഒരായത്തോ അല്ലെങ്കിൽ ഒരു സെന്റൻസോ ഒരു വാക്കോ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരിക. ഒരാളും അന്ന് ആ വെല്ലുവിളി ഏറ്റെടുക്കാനുണ്ടായില്ല. അവർക്കാകെ കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്താണ് അതിന്റെ അർത്ഥം? ആനയാണ്, ആന അതിനേക്കാൾ വലിയ ആനയാണ്. ഇതല്ലാതെ അപ്പുറത്തേക്ക് ഒരു പ്രതിപാദിക്കപ്പെടാൻ സാഹിത്യകാരന്മാരായ ആളുകളിൽ നിന്ന് അന്ന് അവർക്ക് കഴിഞ്ഞിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും